ഗീതാ ജയന്തി ദിനമായ ഇന്ന് ദക്ഷിണ ഗംഗ പമ്പ നദിയിൽ 1008 ദീപങ്ങളുടെ പമ്പ ആരതി നടക്കും. ഗംഗ ആരതിക്ക് സമാനമായ സമൂഹ ആരതിയാണ് ആറന്മുള സത്രക്കടവിൽ നടക്കുക. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് ഘോഷയാത്രയായി സത്രക്കടവിലേക്ക് ഭക്തജനങ്ങൾ എത്തി പമ്പ ആരതി നടത്തും. ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമൂഹാരതിയിൽ പങ്കെടുക്കും. വാരണാസിയിലും ഹരിദ്വാറിലും നടക്കുന്ന പവിത്രമായ ഗംഗ ആരതി. ഇതേ മാതൃകയിൽ പുണ്യനദിയായ പമ്പയിൽ ആരതി പൂജ നടത്തുകയാണ് ശ്രീ ആറന്മുള പമ്പ ആരതി സംഘാടക സമിതി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് ഭക്തജനങ്ങൾ ഘോഷയാത്രയായി ആരതി പൂജ നടക്കുന്ന സത്രക്കടവിലേക്ക് എത്തും. ദീപം തെളിയിച്ച് നാമാലപനം, വഞ്ചിപ്പാട്ട്, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ. 6 മണി മുതൽ പമ്പ പൂജയും 6:45 പമ്പ ആരതിയും നടക്കും. അപ്പോൾ ഇന്ന് ഭഗവത്ഗീതാ ജയന്തി ദിവസമായ ഇന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ 18 അധ്യായങ്ങൾ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണം നടക്കുന്നു. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൽ നിന്നും ഭദ്രദീപം കൊളുത്തി ഘോഷയാത്രയായിട്ട് നാമാലാപനത്തോടി വഞ്ചിപ്പാട്ടോടുകൂടി ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിനെ വലം ചെയ്ത് പ്രദക്ഷിണം ചെയ്ത് സത്രക്കടവിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് നമ്മുടെ പമ്പ ആരതി ഉദ്ഘാടന സഭ നടക്കുന്നു. അതിനുശേഷം പമ്പ ആരതി ഇവിടെ ഒരു സമൂഹ ആരതിയായിട്ട് ഇപ്പോൾ പുരോഹിതന്മാർ നദീപൂജയായിട്ട് പമ്പാ നദിയെ പൂജിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പമ്പയിലേക്കുള്ള ദീപാരാധന, പമ്പയിലുള്ള പ്രണാമമായിട്ട് സമർപ്പിക്കുന്നു. നാൽക്കാലിക്കൽ വിദ്യാനന്ദ ആശ്രമം മഠാധിപതി മാതാജി കൃഷ്ണാനന്ദ പൂർണിമാമയി, ചിന്മയ മിഷൻ യുവകേന്ദ്രം കേരള ഘടകം മുഖ്യ സംയോജകൻ സ്വാമി സുധീർ ചൈതന്യാജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിരുവാറന്മുള ക്ഷേത്രം മാതൃസമിതി, പള്ളിയോട സേവാസംഘം, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്ത് തുടങ്ങി വിവിധ ആധ്യാത്മിക സാംസ്കാരിക സമിതികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനം, പത്തനംതിട്ട.